യൂട്യൂബിൽ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഏതൊരു വ്യക്തിക്കും അവരുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നും. ഏത് തരം ആളുകൾക്കും കാണാൻ പറ്റുന്ന വീഡിയോകളായിരിക്കും അവർ ആ ചാനലിൽ ഇടുണ്ടാവുക. ഈ പറഞ്ഞ രീതിയിൽ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളൂ. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്ന കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എന്റെ അഭിപ്രായത്തില് കേരളത്തിൽ ഇന്നുള്ള യൂട്യൂബർമാരിൽ ഏറ്റവും ബെസ്റ്റ് 3യിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഫിറോസ് ചുറ്റിപ്പാറ. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷവും സമാധാനവും സ്ട്രെസ് റിലീഫും കിട്ടും. അത്രയും രസമായിട്ടാണ് ആൾ ആ വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മളൊക്കെ കുക്കിംഗ് വീഡിയോ കാണാറുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി പഠിക്കാനൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ വീഡിയോ കാണുന്നത്, ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നല്ല സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് അദ്ദേഹത്തിന്റെ അവതരണ രീതി കൊണ്ട് മാത്രമല്ല കേട്ടോ. ASMR ടൈപ്പുള്ള വീഡിയോസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ASMR എന്ന് പറയുന്ന ടൈപ്പുള്ള വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറെ സമാധാനം കിട്ടും. അത് മാത്രമല്ല, ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ ആൾ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ച് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ചാനലൊന്നും തപ്പിപ്പോ ഈ പറയുന്ന വാർത്തകളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. പൂർണ്ണമായി ശരിയല്ല, പകുതി ശരിയാണെന്ന് മനസ്സിലായി. ഫിറോസ് ചുറ്റിപ്പാറ യൂട്യൂബ് വീഡിയോ നിർത്താൻ പോകുന്നു. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് നിർത്താൻ പോകുന്നു. അതിന്റെ കാരണവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വരുമാനമൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്ക് ആദ്യം കേട്ടു നോക്കാം. അപ്പോ യൂട്യൂബ് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അല്ലെ റീൽസിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ മെയിൻ വീഡിയോ വലിയ വീഡിയോ ചെയ്യുന്ന ആളുകളല്ലേ. വലിയ വീഡിയോ പറഞ്ഞാൽ ലെങ്ത് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. റീൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം റീൽസിൽ അത്ര വരുമാനമില്ല. യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം അല്ലേ. അപ്പം ഞങ്ങൾ ചെറിയൊരു ചുവടുവെപ്പ് വെച്ചാലോ എന്നൊരു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് വന്നത്. അപ്പോൾ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ് ഒരു അഭിപ്രായം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നൊരു ചിന്താഗതി. കംപ്ലീറ്റ് യൂട്യൂബ് നിർത്തോ? ഇല്ല, അങ്ങനെ നിർത്തില്ല. കംപ്ലീറ്റ് യൂട്യൂബ് നിർത്തണം. നല്ല വീഡിയോകൾ ചെയ്യാം. ഈ ലൈവിൽ ഒരു പ്രതീക്ഷയില്ലോ എന്തെങ്കിലും പറയാൻ പോണോന്ന് ഞങ്ങളോട് അല്ല, യൂട്യൂബ് നിർത്തുക എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യും. പക്ഷെ യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു വരുമാന മാർഗമാണ് യൂട്യൂബ്. അപ്പൊ നമുക്ക് വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എല്ലാവരും നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. ഫുഡ് മേഖല ഞാൻ നോക്കുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. എനിക്കിപ്പോഴും ഒരു തൃപ്തിയല്ല. ഞാൻ ഇത് ഫുഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് വെച്ച് ചെയ്താൽ എത്രത്തോളം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. കാരണം ജനങ്ങൾ വൃത്തിക്ക് ചെയ്യണം. ഒന്ന്, മായമില്ലാത്ത ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടാകാത്ത ഭക്ഷണം കൊടുക്കണം. നല്ല വൃത്തി ഉണ്ടാകണം, നീറ്റായാലും ക്വാളിറ്റി ഉണ്ടാകണം. ഇതൊക്കെ ഒരു അതാണ്. പിന്നെ ഫുഡ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സമയം വളരെ ഇമ്പോർട്ടന്റ്. രാവിലെ നേരത്തെ ഉണരണം, എടുക്കണം. ഫുഡ് ഫീൽഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നല്ല റിസ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകണ്ടേ, നമുക്ക് ജീവിതം. അതാണ് ഇപ്പൊ പ്ലാൻ. മുന്നോട്ട് കുറെ കാലം ഞാൻ പലതും ചെയ്യണം എന്നുണ്ടെങ്കിലിരിക്കണം. അപ്പൊ നമ്മൾ ഒന്നിനും ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഒരു ബ്രാൻഡായിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടും നല്ല ബ്രാൻഡായിട്ടും ഉള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ. അതിപ്പോ തുണിയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിലും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം. ഒന്ന്, പിന്നെ അഫോർഡബിൾ ആയിരിക്കണം, ക്വാളിറ്റിയും കൊടുക്കണം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഫിറോസ് പ്രധാനമായും യൂട്യൂബിൽ നിന്ന് മാറാനുള്ള കാരണമായിട്ട് പറയുന്നത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആളുകളുടെ താല്പര്യം ഇപ്പോൾ യൂട്യൂബിലെ വലിയ വീഡിയോകളിൽ നിന്ന് മാറി ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് പോലുള്ള ചെറിയ വീഡിയോകളിലേക്ക് മാറിയിരിക്കുന്നു. ഇത് യൂട്യൂബിലെ കാഴ്ചക്കാരുടെ എണ്ണത്തെയും വരുമാനത്തെയും നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോകളുടെ എണ്ണം കുറച്ചിട്ട് മാസത്തിൽ 1-2 നല്ല നിലവാരമുള്ള വീഡിയോകൾ മാത്രം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് പൂർണ്ണമായി നിർത്തുന്നില്ലെന്നും റീൽസുകളും മറ്റ് രസകരമായ വീഡിയോകളും തുടർന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ദുബായിൽ നിന്നുള്ള ഒരു വലിയ പാചക വീഡിയോ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഇതുവരെ യൂട്യൂബ് ആയിരുന്നു പ്രധാന വരുമാനം. എന്നാൽ അതിന് പകരം ഇപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങാനുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. യൂട്യൂബിൽ വീഡിയോ ഇടുമെങ്കിലും പ്രധാന വരുമാന മാർഗം മറ്റൊന്നായിരിക്കും എന്നാണ് ആള് പറയുന്നത്. നിലവിൽ ഫിറോസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അൻഫാലും ദുബായിലാണ് ഉള്ളത്. അവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാണ് ഇവരുടെ പദ്ധതി എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അവർ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നു. അതായത് ഫിറോസ് ചുറ്റിപ്പാറ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നു. ആദ്യമായി ഇറക്കുന്ന ഉൽപ്പന്നം എല്ലാവർക്കും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും
എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നായിരിക്കും. ഇത് ഒരു ലക്ഷറി ഉൽപ്പന്നമായിരിക്കുമെങ്കിലും സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന വിലയിലായിരിക്കും ഇത് ലഭ്യമാക്കുക. ഉൽപ്പന്നത്തിന് ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് അവർ ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഫിറോസ് ചുറ്റിപ്പാറ പറയുന്ന മറ്റൊരു കാര്യമാണ് ഫുഡിന്റെ സ്ഥാപനം തുടങ്ങാൻ സാധ്യതയില്ല. കാരണം അതിന് കുറെ ഒരു റിസ്ക് പോലുള്ള സംഭവങ്ങളുണ്ട്. രാവിലെ നേരത്തെ നിൽക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ വേണം, അതുകൊണ്ട് ചെയ്യുന്നില്ലെന്ന്. ഇത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇവിടെ വേറൊരാളുണ്ട്. ആള് എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഫുഡ് ഫുള്ള് കഴിച്ചിട്ട് അങ്ങനെ വ്ളോഗറാണെന്ന് പറഞ്ഞ് പോയി കഴിച്ചിട്ട് ഹോട്ടലില് തുടങ്ങി. ആളുടെ അവസ്ഥ ഇപ്പൊ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ചെയ്യാൻ പാടുള്ളൂ. അത്ര ഉത്തരവാദിത്തം വേണ്ട ഒരു മേഖലയാണത്. അത് അദ്ദേഹത്തിന് പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഫിറോസ് ചുറ്റിപ്പാറയ്ക്ക് പറ്റുന്നതാണ് എന്റെ വിശ്വാസം. എങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥതയിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഫുഡ് നാട്ടുകാർക്ക് കൊടുക്കേണ്ട ഫുഡ് ആകുമ്പോൾ അതിൽ അത്രയും ആത്മാർത്ഥത വേണം, അത്രയും സ്നേഹം വേണം, അത്രയും എന്താ പറയാ തരുന്ന ആളുകൾക്കൊരു നമുക്കിപ്പോ എന്താ പറയാ നമ്മളൊരു ഹോട്ടലിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക വൃത്തിയായിരിക്കും, അതുപോലെ ഏവറേജ് ടേസ്റ്റ്. ഇത് രണ്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ നടത്തി പോവാം. ഇത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ നോക്കണ കാര്യമായിരിക്കും ഹോട്ടൽ ഉടമയുടെ ഒരു മുഖം, അല്ലെങ്കിൽ അവിടെ ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ ഒരു മുഖം. ആളെ എങ്ങനെയാണ് ചിരിച്ചിട്ടാണോ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പൊ ഇത്തിരി മോശം ഫുഡാണെങ്കിലും ചിരിച്ചിട്ട് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറ്റമൊന്നും പറയാണ്ട് അത് സഹിച്ച് കഴിച്ചു എന്ന് വരും. അങ്ങനെ ആയിരിക്കണം ഒരു ഹോട്ടലോട് അത്രയും സ്നേഹത്തോടെ വേണം ആളുകളോട് പെരുമാറാൻ. അത് ഫിറോസ് ചുറ്റിപ്പാറയ്ക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ വീഡിയോസ് കാണുമ്പോഴും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ പോലും നമുക്ക് ആളുടെ നിഷ്കളങ്കത നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവരുടെ ഈ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിലും നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ വിൽക്കുക, ആളുകൾക്ക് തൊഴിൽ നൽകി സമൂഹത്തിന് സംഭാവന നൽകുക എന്നിവയെല്ലാം അവരുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ പെടുന്നുണ്ട്. ഫിറോസ് ചുറ്റിപ്പാറ ആദ്യം ഒരു ടെക് വ്ളോഗർ ആയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം എങ്ങനെയാണ് വന്നതെന്നും അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ഈ വീഡിയോയില്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് യൂട്യൂബർമാരുള്ളൂ. അതിലൊരാളാണ് ഈ പറയുന്ന ഫിറോസ് ചുറ്റിപ്പാറ. അന്ന് ആ സമയത്ത് പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്തിന് മുമ്പൊക്കെയാണ് ആൾ ട്രെൻഡായി വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് അത്രയും ട്രെൻഡ് ആവണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാവും ആലോചിച്ചാൽ മതി. ടെക് വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്ന ആളുടെ ചാനലിന്റെ പേര് തന്നെ അങ്ങനത്തെ ഒരു ചാനലിന്റെ പേരായിരുന്നു. അത് പിന്നെ മാറി ഇപ്പോ വില്ലേജ് ഫുഡ് ചാനലിനാക്കി, അത് കഴിഞ്ഞിട്ട് വേറെ പേരാക്കി. അങ്ങനെയാണ് ആള് വളർന്നു വന്നിട്ടുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, മലയാളത്തിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഒരാളുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പറയാം. എനിക്ക് പിന്നെ വേറെ ഒരാളെ തോന്നിയിട്ടില്ല ഇതുപോലെ ഇത്രയും. അതായത് ആള് വേറൊരു സ്റ്റൈലാണ് ഈ പറയുന്നത്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ആള് വേറൊരു സ്റ്റൈലാണ്. ബൂം ബാങ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ആള് വേറൊരു സ്റ്റൈലില് വീഡിയോ ചെയ്യും. ഫിറോസ് ചുറ്റിപ്പാറയാണെങ്കിൽ കടുവയും പുലിയും സിംഹവും ഒക്കെ ഒഴിച്ച് ആനയും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ജീവിയും കറി വെച്ചിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ദിനോസറിനെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആള് അതിനെയും കറി വെച്ചനെ. അത്രയും വെറൈറ്റി ആയിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറ. അതുപോലെ ഈ ബൂം ബാങ്ങും ഇങ്ങേരും അല്ലാതെ വേറൊരു രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരാളുടെ പേര് നിങ്ങൾക്ക് കമന്റിൽ പറയാട്ടോ. ഇങ്ങനെ ഈ വീഡിയോ പരിപാടി നിർത്തുകയാണെങ്കിലോ അത് നമുക്കൊക്കെ വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. കാരണം നമ്മൾ അത്രയും സന്തോഷത്തിലും സമ്മാനത്തിലും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ നഷ്ടമാകും എന്നുള്ളതാണ് സത്യം. ഇനി ഫിറോസ് ചുറ്റിപ്പാറയുടെ ഏകദേശ കണക്കുകൾ നമുക്ക് നോക്കാട്ടോ. അതായത് യൂട്യൂബ് വരുമാനത്തിന്റെ ഏകദേശ കണക്കുകൾ നമുക്ക് നോക്കാം. യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. എത്ര വ്യൂസ് ഉണ്ട്, ഏത് രാജ്യത്ത് നിന്നാണ് ഈ വ്യൂസ് ഉള്ളത്, ഏത് തരം വീഡിയോകളാണ് ചെയ്യുന്നത്, പരസ്യങ്ങൾ എത്ര പേർ കാണുന്നു, ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ ഉണ്ടോ എന്നിങ്ങനെ പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് ചില്ലറ പരിപാടി അല്ലാട്ടാ. ഈ വരുമാനം കണക്കാക്കുന്നതിൽ RPM ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ പെർ മൈൽ ഓർ റവന്യൂ പെർ 1000 വ്യൂസ്. ഇത് ഓരോ 1000 വ്യൂസിനും ഒരു യൂട്യൂബർക്ക് ലഭിക്കുന്ന യഥാർത്ഥ വരുമാനമാണ്. അതിന്റെ കൂടെ യൂട്യൂബിൽ ഒരു 45% കട്ട് ചെയ്തിട്ടാണ് ഈ RPM പറയുക. എന്തായാലും യൂട്യൂബ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരില്ലേ, അപ്പൊ പിന്നെ യൂട്യൂബ് അത് എടുക്കുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വില്ലേജ് ഫുഡ് ചാനൽ എന്ന ചാനലിന് ഏകദേശം 9.02 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് 90 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ചാനലിന്. ഈ ചാനലിന്റെ ഓരോ ദിവസവുമുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം ലക്ഷക്കണക്കിനാണ്. ചില ദിവസങ്ങളിൽ ഇത് 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വ്യൂസ് ലഭിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫുഡ് വ്ളോഗുകൾക്ക് കൂടുതൽ RPM ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു $1 മുതൽ $10 വരെയാണ് RPM ആയിട്ട് കണക്കാക്കുന്നത്. ഈ RPM പ്രേക്ഷകരെ ഇവിടെ നിന്നാണ് കാണുന്നത്. അവർ എത്രത്തോളം പരസ്യങ്ങളെ എൻഗേജഡ് ആകുന്നു, പരസ്യദാതാക്കൾ എത്ര പണം മുടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ കണക്കുകൾ വെച്ച് വില്ലേജ് ഫുഡ് ചാനലിന്റെ ഏകദേശം പ്രതിമാസ വരുമാനം നമുക്കൊന്ന് കണക്കാക്കാം. ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വ്യൂസ് കണക്കാക്കുകയാണെങ്കിൽ, അതായത് വ്യൂസ് ആണ് ഇപ്പൊ കണക്കാക്കുന്നത്, അത് ഏകദേശം 1.2 കോടി വരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് ഒരു ഏവറേജ് കണക്കാണ് കേട്ടോ. ഏവറേജ് വ്യൂസ് ആണ് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു മാസം കിട്ടിയിട്ടുള്ള എല്ലാ വ്യൂസും കണക്കാക്കുന്നില്ല. ഞാൻ എല്ലാം കൂട്ടിയിട്ട് ഒരു ഏകദേശം ഏറ്റവും കുറഞ്ഞ വ്യൂസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കിയിട്ടാണ് 1.2 കോടി കിട്ടുന്നത്. ഒരു മാസം ഏകദേശം 1.2 കോടി കിട്ടുന്നുണ്ട്. ഈ മാസം നോക്കുകയാണെങ്കിൽ അതിലും കുറവാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ കൊല്ലങ്ങളിലെല്ലാം ഏവറേജ്
ആവറേജ് നോക്കിയിട്ട് ഏകദേശം 1.2 കോടിയാണ് ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും കുറഞ്ഞതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഏറ്റവും കുറഞ്ഞ വരുമാനം 1.2 കോടി വ്യൂസിനെ ഡിവൈഡഡ് ബൈ 1000, അപ്പൊ നമുക്ക് RPM കിട്ടും. അതേ ഇൻറ്റു $1. അത് ഏതാണ്ട് $12,000 വരുന്നത്. ഇന്ത്യൻ മണിയിൽ കണക്കിലാക്കുമ്പോൾ 10 ലക്ഷത്തിലധികം വരുന്നുണ്ട്. ഇനി ഇത് 1.2 കോടി വ്യൂസിനെ RPM $10 വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 1.2 crore ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 10, അതായത് ഏകദേശം $1,20,000 വരും. ഇത് ഏകദേശം ഇന്ത്യൻ മണിയിൽ 1 കോടിയിലധികം രൂപയാണ് വരുന്നത്. ഇത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ വരുമാനം വ്യത്യാസപ്പെടാം. ഇതിന് പുറമെ വലിയ ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ, ഉൽപ്പന്ന പ്രൊമോഷനുകൾ, മറ്റ് കൊളാബറേഷനുകൾ എന്നിവയുടെ എല്ലാം ഇതിലും വലിയ വരുമാനം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് വളരെ വലിയ വരുമാനം ലഭിക്കുന്ന ഒരു ചാനലാണ് വില്ലേജ് ഫുഡ് ചാനൽ. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആളുകൾ ഇപ്പോൾ വലിയ വീഡിയോകൾ കാണുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു വരികയാണ്. കൂടുതലും റീൽസിലാണ് സമയം കളയുന്നത്. അതുകൊണ്ട് ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോ എന്ന് മാത്രമല്ല, ബാക്കി മിക്ക വലിയ യൂട്യൂബേഴ്സിന്റെയും വരുമാനത്തിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവണം. ഈ വലിയ വരുമാനത്തിൽ മാത്രമല്ല, വ്യൂസിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവണം. എന്തായാലും അദ്ദേഹം വീഡിയോ നിർത്തരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അതുപോലെ എന്റെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.